Hi. Next question നോക്കാം. 3 students S1, S2, S3 are given a problem to solve. Consider the following events. U എന്ന് പറയുന്നത് at least one of S1, S2, S3 can solve the problem. V എന്ന് പറയുന്നത് S1 can solve the problem given that neither S2 nor S3 can solve the problem. അവിടെ ശ്രദ്ധിക്കണം, given that പറയുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാമ്പിൾ സ്പേസ് ചേഞ്ച് ആവുന്നത് മനസ്സിലാക്കണം. W പറയുന്നത് S2 can solve the problem and S3 cannot solve the problem. T പറയുന്നത് S3 can solve the problem. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് യു, പ്രോബബിലിറ്റി ഓഫ് ഇ, പ്രോബബിലിറ്റി ഓഫ് ഡബ്ല്യു ഒക്കെ തന്നിട്ട് പ്രോബബിലിറ്റി ചോദിച്ചിരിക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. പല രീതിയിൽ ഇത് ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ വെൻ ഡയഗ്രാം വരയ്ക്കലാം. വെൻ ഡയഗ്രാം വരയ്ക്കുക. സോ 3 സ്റ്റുഡൻസ് ഉണ്ട്, അവർ ചെയ്യുന്ന ആ സെനാരിയോസ് ആണ് ഉള്ളത് നമ്മുടെ കയ്യിൽ. അപ്പോൾ S1 ഉണ്ട്, S2 ഉണ്ട്, S3 ഉണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം വെച്ചാൽ ഓരോ റീജിയനും നമുക്ക് എന്ത് ചെയ്യാം, ലേബലിങ് കാര്യങ്ങൾ ചെയ്യാം. സോ യൂഷ്വലി നമ്മൾ A, B, C, D, E, F, G, H ഇങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ലേബലിങ് ചെയ്യാം. ഇനി ഓരോന്നോരോന്നായിട്ട് എടുത്തു നോക്കിയാൽ മതി, ഒരു പ്രശ്നമല്ല. അവർ ആദ്യം പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് S1, S2, S3 ക്യാൻ സോൾവ് ദി പ്രോബ്ലം. അറ്റ്ലീസ്റ്റ് 1 person ക്യാൻ സോൾവ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ മൊത്തം ഈ ബൗണ്ടറിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇത്രയും ഭാഗം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ, A പ്ലസ് B പ്ലസ് C പ്ലസ് D പ്ലസ് E പ്ലസ് F പ്ലസ് G. അതാണ് എത്ര പറയുന്നത് അവർ ഹാഫ് പറയുന്നുണ്ട്. അത് ഹാഫാന്ന് പറഞ്ഞിട്ട്. ഓഫ് കോഴ്സ് അതിൽ നിന്ന് നമുക്ക് എന്താണെന്ന് കിട്ടി, എച്ചും ഹാഫാന്ന് കിട്ടി. കാരണം ടോട്ടൽ എന്താണ്, 1 ആണല്ലോ, റൈറ്റ്. രണ്ടാമത് ഒരു പറയുന്ന കണ്ടീഷൻ എന്താണ്, S1 ക്യാൻ സോൾവ് ദി പ്രോബ്ലം ഗിവൻ ദാറ്റ് നെയ്തർ S2 നോർ S3 ക്യാൻ സോൾവ് ദി പ്രോബ്ലം. അതായത് S2ഉം S3യും സോൾവ് ചെയ്യാത്ത ഭാഗം എടുക്കാം. S2ഉം S3യും സോൾവ് ചെയ്യാത്ത ഭാഗത്തിൽ അതാണ് നമ്മളെ സാമ്പിൾ സ്പേസ് ആയിട്ട് എടുത്തിട്ട് അതിലെന്താണ് S1 ക്യാൻ സോൾവ് ദി പ്രോബ്ലം എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം, നമ്മൾ ഇവിടെ നന്നായി ശ്രദ്ധിക്കണേ. neither S2 nor S3, അതായത് S2ഉം ഇല്ല S3യും ഇല്ലാത്ത ഭാഗം, S2ഉം ഇല്ല S3യും ഇല്ലാത്ത ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ S2ഉം ഇല്ല S3യും ഇല്ലാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഭാഗമാണ്, ഈ ഭാഗം, അതായത് എയും എച്ചും കൂടി ചേർന്ന ഭാഗം കേട്ടോ, സ്മോൾ എയും സ്മോൾ എച്ചും കൂടി ചേർന്ന ഭാഗം, അതാണ് neither S2 nor S3 എന്ന് പറഞ്ഞത്. neither S2 nor S3 എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ എടുത്തു. ഇനി അവർ പറയണത് എന്താ വെച്ചാൽ അതിൽ S1 ക്യാൻ സോൾവ് ദി പ്രോബ്ലം. അതിൽ S1 ക്യാൻ സോൾവ് ദി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ്, ഇതാണ്, എ ആണ്. അപ്പോൾ അവിടെ ആ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ A ഡിവൈഡഡ് ബൈ A പ്ലസ് എച്ച് ആണ്. A ഡിവൈഡഡ് ബൈ A പ്ലസ് എച്ച് അവർ തന്നിട്ടുണ്ട്. എത്രയാണ്, 1/10 എന്ന് കിട്ടിയിട്ടുണ്ട്, 1/10. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, 10A is equal to A പ്ലസ് എച്ച് എന്ന് കിട്ടി. ആൻഡ് സോ യുവർ A is equal to എന്താന്ന് കിട്ടി, H/9 എന്ന് കിട്ടും, 1/18 കിട്ടി, അതും കിട്ടി. ഇനി മൂന്നാമത് അവർ തന്നിരിക്കണം എന്താ വെച്ചാൽ S2 ക്യാൻ സോൾവ് ദി പ്രോബ്ലം ആൻഡ് S3 കനോട്ട് സോൾവ് ദി പ്രോബ്ലം. S2 ഉണ്ട്, S3 ഇല്ല. S2വിലുണ്ട് കേട്ടോ, അതായത് S2വിലുണ്ട്, പക്ഷെ എന്താണ് S3ഇല്ല എന്ന് പറഞ്ഞ ഭാഗം ഇതാ ഈ ഭാഗമാണത്. S2വിലുണ്ട്, S3 ഇല്ല. B പ്ലസ് D. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് B പ്ലസ് D എന്താണെന്ന് കിട്ടി. B പ്ലസ് D ഈസ് ഗിവൺ ടു ബി 1/12. ആൻഡ് ഫൈനലി അവർ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ S3 ക്യാൻ സോൾവ് ദി പ്രോബ്ലം. S3 എന്ന് പറഞ്ഞ സാധനം E പ്ലസ് G പ്ലസ് F പ്ലസ് C ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കുറേ അൺനൗൺസ്, കുറേ ഇക്വേഷൻ ഒന്നല്ല. E പ്ലസ് G പ്ലസ് F C കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, അല്ലാണ്ട് ഇൻഡിവിജ്വൽ വാല്യൂസ് ഒന്നും പറയില്ല. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ A നമ്മുടെ കയ്യിലുണ്ട്, A കിട്ടിക്കഴിഞ്ഞു. അതുപോലെ നമ്മുടെ കയ്യിൽ എന്ത് കിട്ടിയിട്ടുണ്ട്, B പ്ലസ് D കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. B പ്ലസ് Dക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, ആ എയും B പ്ലസ് ഡിയും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഏത്, C പ്ലസ് E പ്ലസ് F പ്ലസ് G. അത് കിട്ടി. എന്താ കാരണം, അത് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഹാഫ് മൈനസ് B പ്ലസ് D എന്ന് പറഞ്ഞാൽ 1/12 മൈനസ് A എന്ന് പറഞ്ഞ സാധനം എത്ര നമുക്ക് കിട്ടിയിരിക്കണേ, 1/18 ആണ്. അപ്പോൾ അതാ നമ്മൾ A എന്ന് വിളിച്ച സാധനം 1/18 ആണ്. അതുപോലെ 1/12 എന്ന് പറഞ്ഞതാണ് നമ്മളെ ഗ്രീൻ പോർഷൻ. ഓക്കെ, ഹാഫാണ് മൊത്തം. അപ്പോൾ ദി ആൻസർ വിൽ ബി 36 കിട്ടണമെങ്കിൽ 18 മൈനസ് 3 മൈനസ് 2 ഡിവൈഡ് ബൈ 36. അപ്പോൾ 13/36. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇത് വേറെ രീതിയിൽ ഇക്വേഷനൊക്കെ എഴുതിയിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ പടം വരയ്ക്കുക, ജസ്റ്റ് നോക്കിക്കൊണ്ട് ഉത്തരം ചെയ്യുക. വിത്തിൻ എ മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും എന്നുള്ളതാണ്, റൈറ്റ്. ഓക്കെ, സോ അതിൻ്റെ ആൻസർ നമുക്ക് വന്നിരിക്കുന്നത് 13/36 ആണ്.